പാക് സൈനിക മേധാവി അസിം മുനീർ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയിട്ട് വലിയ രീതിയിൽ ഒരു പരിഹാസത്തിനിരയായി എന്നുള്ളതാണ്. മൂപ്പര് പറഞ്ഞ കാര്യം ഇന്ത്യയെ തിളങ്ങുന്ന മെഴ്സിഡസ് ബെൻസിനോടും പാകിസ്ഥാനെ ഡം ട്രക്കിനോടും ഉപമിച്ചിരിക്കുന്നു എന്നുള്ളത്. സ്വന്തം രാജ്യത്തെ ഡം ട്രക്കിനോട് ഉപമിച്ചിരിക്കുന്നു. പക്ഷേ അതിലും അമേരിക്കയ്ക്ക് ഒരു എന്താ പറയുക, ഒരു അനിഷ്ടമുണ്ടായി. അതെന്താണ് മാഷേ? അത് രണ്ട് കാര്യങ്ങളാണ്. ഈ പാകിസ്ഥാൻ്റെ സ്വയംകൃത അനർത്ഥങ്ങൾ അല്ലെങ്കിൽ ജന്മം തൊട്ട് തുടങ്ങിയതാണല്ലോ. ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയില്ലേ, അത് അന്നു മുതൽ തുടങ്ങിയതാണ്. അതിൻ്റെ വിത്ത് ശരിയല്ല, ബീജം ശരിയല്ല. ഒരുമിച്ച് ജീവിക്കുന്ന സഹോദരങ്ങളായ രണ്ട് സമുദായങ്ങളെ ഈ രണ്ട് രാഷ്ട്രങ്ങളാക്കി മാറ്റുക. രണ്ട് വിശ്വാസങ്ങളാകാം, രണ്ട് സംസ്കാരമാകാം, എന്നിട്ട് ഒരുമിച്ച് മനുഷ്യന് സഹവർത്തിക്കാം. അങ്ങനെ ഒരു മാനവിക സംസ്കാരത്തിന് പകരം അവർ രണ്ട് രാഷ്ട്രങ്ങളാക്കി മാറ്റാണല്ലോ ചെയ്തത്. രണ്ട് സമുദായങ്ങളെ രണ്ട് രാഷ്ട്രങ്ങളാക്കി മാറ്റി, എന്നിട്ട് രണ്ട് സമുദായത്തിൻ്റെയും നെഞ്ചത്തൂടെ ഇത് വെട്ടിമുറിച്ചു. എന്നിട്ട് ഒരിക്കലും ഉണങ്ങാത്ത ചോരച്ചാലുകൾ ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടാക്കി. ഇന്നും ആ കണ്ണീര് അവിടെ വേരും ഇവിടെ തലയൊന്നാലിച്ചു. അവിടെ വേരും ഇവിടെ പൂവുമായിട്ടിരിക്കുന്ന എത്ര പരമ്പരകളുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ നാശം ഇപ്പോഴും തീർന്നിട്ടില്ല. ആ ശാപത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചുണ്ടായ രാജ്യമാണ്. ശാപത്തിൻ്റെ പുത്രിയാണ് പാകിസ്ഥാൻ ശരിക്കും. അപ്പോൾ അവിടെ മുതൽ ഇപ്പോഴും അനർത്ഥം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ 75 കൊല്ലം അല്ലെങ്കിൽ 78 കൊല്ലമായിട്ട് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു, ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഒരേ ദിവസം ഉണ്ടായ രാജ്യങ്ങളാണല്ലോ. ഇപ്പോൾ എന്താണ് പാകിസ്ഥാന് പണി? ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ വലിയ രാജ്യമായതുകൊണ്ട് മാത്രമല്ല, പാകിസ്ഥാൻ ഒരിക്കൽ പോലും പാകിസ്ഥാൻ ഉണ്ടായില്ല. മതം പറഞ്ഞ് രാജ്യം വാങ്ങി. മതവും ഇല്ല, രാജ്യവും ഇല്ല. ആലോചിച്ച് നോക്കൂ. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം നിലനിൽക്കുകയില്ല എന്ന് അവർ അതിവേഗത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാൻ. നിങ്ങൾ ഇസ്ലാമൊക്കെ ശരി തന്നെ, പക്ഷേ ഞങ്ങളെ ഇസ്ലാം വേറെയാണ്. ഞങ്ങൾക്ക് വേറെ സംസ്കാരമാണ്, ഞങ്ങൾക്ക് വേറെ ഭാഷയാണ്, വേറെ ഭൂപ്രകൃതിയാണ്, വേറെ ജീവിതമാർഗമാണ്, വേറെ കൃഷിയാണ്, വേറെ കാലാവസ്ഥയാണ്, ഞങ്ങളുടെ നദി വേറെയാണ്, ഞങ്ങളുടെ അങ്ങനെയാണല്ലോ സംസ്കാരം വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേറെ പോയി 71 അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പാകിസ്ഥാൻ്റെ സ്ഥിതി? ഇപ്പോഴും പാകിസ്ഥാനില്ല. നമ്മളെപ്പോഴും പറയാറില്ലേ, പാകിസ്ഥാൻ മാത്രമില്ല, അവിടെ എല്ലാം ഉണ്ട്. അവിടെ ബലൂജി തീവ്രവാദിയുണ്ട്, ബലൂചിസ്ഥാൻ വേണമെന്നാണ് അവരുടെ ആവശ്യം. പാകിസ്ഥാൻ പഞ്ചാബ് മാത്രമായിട്ട് പഞ്ചാബിസ്ഥാൻ വേണം എന്ന വാദമുണ്ട്. സിന്ധുസ്ഥാൻ ഒരു പുതിയ വാദമാണത്. സിന്ധ് അവരുടെ വേറെ പ്രവിശ്യയാണ്. ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. കാശ്മീരിസ്ഥാൻ, അവർക്ക് സ്വന്തമായ കാശ്മീർ വേണം. ആ കൂട്ടത്തിൽ കുറച്ച് ഇന്ത്യയിലെ കാശ്മീരും കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതി. അപ്പം അങ്ങനെ ഒരു കാലത്ത് പെഷവാറിലാണ് പഷ്തൂണിസ്ഥാൻ. വിഭജിച്ചു പോയ ഒരു രാജ്യം വീണ്ടും ആ രാജ്യത്തെ കഷ്ണങ്ങളാക്കി വിഭജിച്ചു. അതെ, സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ചെതറിക്കൊണ്ടേയിരിക്കുന്ന രാജ്യമാണ്. അതങ്ങനെയാണ്. അടിസ്ഥാനപരമായി വിസ്ഫോടനാത്മകമായ പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനമാണ് ഈ മതവർഗീയത എന്ന വിത്ത്. അതൊരു ദേശത്തിൻ്റെ മണ്ണിലും മനസ്സിലും പാകിയ, അല്ല തിരിച്ചെടുക്കാൻ എളുപ്പമല്ല. ഈ തുറന്നുവിട്ട ഭൂതമാണ്. അത് തുറന്നുവിട്ടാൽ തിരിച്ചെടുക്കാൻ തുറന്നുവിട്ടയാൾക്ക് പോലും കിട്ടൂല. ഇതതിൻ്റെ പ്രശ്നം. പാകിസ്ഥാൻ അങ്ങനെ ഒരു ഗതികേട് അനുഭവിക്കുന്ന രാജ്യമാണ്. ആ രാജ്യമാണ് ഇപ്പോൾ ഒടുവിൽ അവർക്ക് എന്താ പണി? ഇന്ത്യയിൽ നിന്ന് എന്തെല്ലാം വന്നു, പാകിസ്ഥാനിൽ എന്തുണ്ടായി? ഏതെങ്കിലും രംഗത്ത്, ശാസ്ത്രത്തിൽ, സംസ്കാരത്തിൽ, സാഹിത്യത്തിൽ, കലയിൽ പാകിസ്ഥാൻ്റെ മുന്നേറ്റം എവിടെ? ഒരു സയൻറ്റിസ്റ്റിനെ കാണിച്ചിരുന്നു, ഒരു നോബൽ പ്രൈസ് ജേതാവിനെ കാണിച്ചിരുന്നു. ഒരിക്കലും ഒരാളുണ്ടായിട്ടുണ്ട്. അത് അവിടെ അനഭിമതനായ ആളാണ്. അഹമ്മദിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ അബ്ദുസലാം. ഒരാൾ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ നാട്ടി ഓടിച്ചു. പിന്നെ അദ്ദേഹത്തിന് അവിടെ ജീവിക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ത്യ ഇതൊക്കെ അഭിമാനമായി. ആരെങ്കിലും ഒരാൾ നമ്മളിപ്പോൾ ശുഭാംശു ശുക്ല, അദ്ദേഹത്തെ നെഞ്ചേറ്റി ഇന്ത്യ മുഴുവൻ താലോലിച്ചു കൊണ്ട് നടക്കുകയാണ്. ഒരു ശുഭാംശുവിനെ കാണാൻ പാകിസ്ഥാൻ ഇനി എത്ര ജന്മം ജനിക്കേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു ദേശത്തിന് വേണ്ടതൊന്നും ആ ദേശം ഉണ്ടാക്കുന്നില്ല. എവിടെ ഉണ്ട് അവരുടെ MP പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ ഒരു വർഷത്തെ ബജറ്റോ മറ്റോ ആണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ബജറ്റ് എന്നാണ് പറയുന്നത്. അത്രേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഒന്ന് അവരുടെ കയ്യിൽ അവർ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നോ GDP വർദ്ധിപ്പിക്കണമെന്നോ രാജ്യം മുന്നോട്ട് പോകണമെന്നോ അവർ ആഗ്രഹിക്കുന്നില്ല. ആകെ അവർ നടത്തിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ 98 ഈ ആണവ, അത് ഇന്ത്യയുടെ നെഞ്ചത്ത് പൊട്ടിക്കാനാണ്, ഇന്ത്യയെ പരീക്ഷിക്കാനാണ്. വേറെ എന്താ? ബഹിരാകാശത്ത് ഒരു പാകിസ്ഥാൻ്റെ നിലയം എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റും? അപ്പോൾ ഇതാണ് അവരുടെ സ്ഥിതി. അപ്പോൾ അവരിപ്പോൾ ഇതൊന്നും പറയാൻ നാണമില്ല, ലജ്ജയില്ല. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത്, പാകിസ്ഥാനിൽ ജനാധിപത്യത്തിന് യാതൊരു സ്ഥിരതയില്ല, സ്റ്റെബിലിറ്റി ഇല്ല. ഏത് സമയത്തും പാകിസ്ഥാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കപ്പെടാം. ഇപ്പോൾ അവിടെ നടക്കുന്ന നീക്കം എന്താ? ഇമ്രാൻഖാൻ 2 കൊല്ലത്തിലേറെയായി ജയിലിലാണ്. അയാൾ അനുയായികൾ അവിടെ നാട് മുഴുവൻ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
പേരിന് അവിടെ ഇപ്പോൾ ഒരു എന്താണ് നവാസ് ഷെരീഫിൻ്റെ അനിയൻ എന്താണ് ഷഹബാസ് ഷെരീഫ് അവിടെ ഭരിക്കുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ പാകിസ്ഥാൻ ഇന്നലെ വരെ ഭരിച്ച ഭരണാധികാരികളൊക്കെ എവിടെയാണ്? ഒന്നുകിൽ നാട് വിട്ടു പോകും, ലോകത്തിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ ജയിലിൽ അടച്ചിരിക്കും. ഇതൊക്കെയാണ് ഒന്ന്. ആ തക്കത്തിൽ പാകിസ്ഥാനിലെ പട്ടാള മേധാവി ഭരണം പിടിച്ചെടുക്കും. എത്രയോ പേര്, സിയാവുൽ ഹക്ക് തൊട്ട് അയ്യൂബ് ഖാൻ, ഈ മുഷറഫ് വരെയുള്ള എത്ര ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒടുവിലത്തെ കളിയാണ് അസീം മുനീർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അസീം മുനീറിന് ഇപ്പോൾ അവിടെ ഇവരെയൊക്കെ അകത്തിട്ട് പതുക്കെ ഇവരെയൊക്കെ സൈഡാക്കി, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ മുഴുവൻ സൈഡാക്കിയിട്ട് പതുക്കെ അധികാരം പിടിക്കണം. പട്ടാള മേധാവിയാണ്, എന്താണ്, ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നാണ് മൂപ്പരുടെ പേര്. ഫീൽഡ് മാർഷൽ കറക്റ്റാ. അല്ല, തോൽക്കാനായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടി അവിടെ ഒരു പട്ടാള അട്ടിമറി നടത്തിയിട്ട് ഭരണം പിടിച്ചു കളയാമെന്നാണ് അയാൾ നീക്കം. അതിനുള്ള സഹായം തേടിയിട്ടാണ് ഇയാൾ അമേരിക്കയിൽ പോയത്. എന്നിട്ടോ അമേരിക്കയിൽ പോയി പറയേണ്ടത് എന്താ? ഒരു രാജ്യം അതിൻ്റെ അന്തസ്സോടെ പോണ്ടേ, ഞാൻ പാകിസ്ഥാനിയാണ്, ഇന്ന കാര്യങ്ങൾ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഞാൻ ലോകത്തിന് മാതൃകയായി ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നല്ലേ പറയേണ്ടത്? എന്ത് പറയാനുണ്ട്? ട്രാക്ക് റെക്കോർഡ് വേണ്ടേ? അവിടെ ചെന്നിട്ട് പറയുകയാണ്, നിലവിളിക്കുകയാണ്, ദയനീയമായ നിലവിളി. എന്താ നിലവിളി? ആ കൂട്ടത്തിൽ പറഞ്ഞൊരു ഉപമയാണ് പൊട്ടിപ്പോയത്, പാളിപ്പോയത്. എല്ലാം പാളിപ്പോവും. നമ്മൾ ആത്മവിശ്വാസത്തോടെ പറയാത്ത ഒരു ദൗത്യവും പരാജയപ്പെടും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. നീ വായിച്ച ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അവിടെ പോയി ഇദ്ദേഹം പറഞ്ഞതാ. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഈ സമയത്ത് അമേരിക്ക ഞങ്ങളെ കൈവിടരുത്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വെടിനിർത്താനാണല്ലോ ശ്രമിച്ചു എന്നതൊരു കഥയാണ്, ഇൻവേർട്ടർ കോമയിലാണ്. ശ്രമിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ട്രംപിനോട് പോയി പറയുകയാണ്, നിങ്ങൾ വെടിനിർത്താനാണല്ലോ ശ്രമിച്ചത്, അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? ഞങ്ങളല്ലേ ദുർബലർ, ഞങ്ങളല്ലേ പാവങ്ങൾ, ഞങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? നിങ്ങൾക്കറിയാമോ, നിങ്ങളിപ്പോൾ ഇന്ത്യ എന്താണ് പാകിസ്ഥാൻ എന്താണ് എന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കൂ. ഇന്ത്യ ആരാണ്? ഒരു മഹാരാജവീതിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഴ്സിഡസ് അല്ലെങ്കിൽ ഫെറാറി, ഏറ്റവും പുതിയ കാലത്തെ ഏറ്റവും ആഡംബര കാറ്, വലിയ സൗകര്യങ്ങളുള്ള ആഡംബര കാർ, വലിയ വില കൂടിയ കാറ്, അതാണ് ഇന്ത്യ. ഞങ്ങളോ ഏതോ നൂറ്റാണ്ട് കാലത്ത് ഓടിക്കൊണ്ടിരുന്ന ഈ ചരൽ നിരത്തിലൂടെ, മൺപാതയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തല്ലിപ്പൊളി വണ്ടിയാണ്. ആ വണ്ടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അതിനെ കൊള്ളുള്ളൂ. ഒന്ന്, ഞങ്ങളിപ്പോഴും പ്രാകൃത കാലത്താണ് ജീവിക്കുന്നത്, ഞങ്ങൾ പുതിയ കാലത്തോടൊപ്പം ജീവിക്കുന്നില്ല. ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് മനുഷ്യൻ്റെ പുരോഗതിയുടെ അടയാളങ്ങളായ ഇത്തരം ആധുനിക സൗകര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെയല്ലേ സഹായിക്കേണ്ടത്? നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാൻ വർത്തിച്ചു കൊള്ളാം, എന്നെ നിങ്ങളൊന്ന് സഹായിച്ചാൽ മതി. ബാക്കി നമുക്ക് പറഞ്ഞിട്ടില്ല, നമുക്കറിയാലോ, ഒരു പട്ടാള അട്ടിമറി നടത്തണം, എന്നെ നിങ്ങൾ അധികാരത്തിലേറ്റണം എന്നാണ് പറഞ്ഞത്. ഇതുണ്ടാക്കിയ തിരിച്ചടി എന്താ വെച്ചാൽ, ആദ്യം അമേരിക്കക്ക് പൊള്ളി. ആ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഫോർഡിൻ്റെ പേര് പറഞ്ഞില്ല, ഒരു GMCയുടെ പേര് പറഞ്ഞില്ല, ആലോചിച്ച് നോക്കൂ, ഒരു ഷെവർലയുടെ പേര് പറഞ്ഞില്ല. അത് ഇയാൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. പറയേണ്ടത് ഒരു നാട്ടിൽ പോയി, നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു രാജ്യത്ത് പോയിട്ട് എന്താണോ ഉച്ചരിക്കേണ്ടത് ആ വാക്കേ പറയുള്ളൂ, അറിയാത്ത മറ്റൊരു വാക്ക് പറഞ്ഞു പോവില്ല. ഇവിടെ പറഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ആധുനിക ലോകത്തെ അമേരിക്കൻ കാറ് കമ്പനികളെ ബീറ്റ് ചെയ്തിട്ട്, അമേരിക്കൻ കാറ് കമ്പനികളെ ലോക മത്സരത്തിൽ തോൽപ്പിച്ചിട്ട്, ലോകത്തിലെ അമേരിക്ക ഒരു കാലത്ത് വലിയ വമ്പൻ ശത്രുക്കളായി കരുതിയിരുന്ന രണ്ട് രാജ്യങ്ങൾ അറിയാലോ. ഈ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് 3 രാജ്യങ്ങളാണല്ലോ, ഇറ്റലിയും ഫ്രാൻസും, ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും. ഇറ്റലി, ജർമ്മനി, ജപ്പാനാണല്ലോ ഈ ഫാസിസ്റ്റ് ശക്തികൾ എന്ന് പറയുന്ന അച്ചുതണ്ട്. ഇപ്പുറത്ത് അമേരിക്ക, UK നയിച്ച വലിയ അച്ചുതണ്ട് ശക്തികൾ ഇപ്പുറത്തും. അപ്പോൾ സഖ്യശക്തികളും അച്ചുതണ്ട് ശക്തികളും ആയിരുന്നല്ലോ. ഈ രണ്ട് അമേരിക്കയുടെ ചിരകാല കാലാകാലത്തെയും 2 ശത്രു രാജ്യങ്ങളാണ് ഇത് രണ്ടും. ഒന്ന് ജർമ്മനിയാണ്, ഒന്ന് ഇറ്റലിയാണ്. അമേരിക്കയിൽ പോയി പറയുന്ന വലിയ ലോകമാതൃകയായിട്ട് പറയുന്ന ഈ 2 പേരാണ്. എന്നാലോചിച്ചു, ഇന്ത്യ എന്നാൽ ഇന്ന് മേഴ്സിഡസ് ആണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക നോക്കൂലേ, മേഴ്സിഡസോ, നിനക്ക് വേറെ ആരെയും പറയാൻ കണ്ടില്ല, ജർമ്മനിയുടെ കാറല്ലാതെ വേറൊന്നും പറഞ്ഞില്ല എന്നും പറയും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഫെറാറി എടുത്തോളൂ, അപ്പോൾ ഫെറാറി അത് ഇറ്റലിയുടെ സാധനമാണേ. അപ്പോൾ ഇത് ഈ നാക്കുപിഴയല്ല, അത് ചരിത്രത്തിലെ അക്ഷരത്തെറ്റാണ്. ചരിത്ര നിർമ്മിതിയിലൊരു വലിയ അക്ഷരത്തെറ്റാണ് പാകിസ്ഥാൻ. അതിൻ്റെ കൂടി ഫലമാണത്. അതുകൊണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിന് വളരെ മനോഹരമായ മറുപടി വളരെ സൗമ്യമായി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഈ സൗഹൃദ രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ മനോഹരമായിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം
പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അമേരിക്കയിൽ പോയി നടത്തിയ ഒരു പ്രസംഗം ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണെന്ന് ഓർക്കണം. ഒരു പ്രസംഗം ഞാൻ കണ്ടു. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ പ്രാകൃതമായ അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചത് ആരാണ്? ഞങ്ങൾ രണ്ടു കൂട്ടരും ഒരേ ദിവസം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളല്ലേ? ഇന്ത്യ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? എന്നിട്ട് ഇന്ത്യയുടെ വളർച്ചയുടെ GDP കണക്കിലേക്ക് പോകണ്ട, കണക്ക് മുഴുവൻ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇത് ഞങ്ങൾ നേടിയത് കഠിനാധ്വാനം കൊണ്ടാണ്, ഡെഡിക്കേഷൻ കൊണ്ടാണ്, രാജ്യസ്നേഹം കൊണ്ടാണ്. നിങ്ങൾക്കിതുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജനതയോട് ഡെഡിക്കേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് രാജ്യത്തിനെ മറ്റെല്ലാത്തിനും മീതെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് രാജ്യസ്നേഹം മതത്തോടുള്ള ഭ്രമത്തേക്കാൾ വലുതായി നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് മതാതീതമായൊരു രാജ്യം ഉണ്ടാക്കാൻ പറ്റിയോ? അതുകൊണ്ട് നിങ്ങളുടെ കുറ്റത്തിന്, നിങ്ങളുടെ കർമ്മഫലത്തിന്, നിങ്ങളുടെ സ്വയംകൃത അനർത്ഥത്തിന് ദയവായി ഇന്ത്യയെ കുറ്റപ്പെടുത്തരുത്. അത് അമേരിക്കയിൽ പോയി പറഞ്ഞാൽ പോലും പരിഹാസ്യമാവുകയുള്ളൂ പ്രിയപ്പെട്ട പാകിസ്ഥാൻ എന്ന് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു. അതാണ് ഇന്ത്യൻ ഭാഷ. ഇന്ത്യൻ ഭാഷയും പാകിസ്ഥാൻ ഭാഷയും വ്യത്യസ്തമാകുന്നത് രണ്ട് സംസ്കാരം വ്യത്യസ്തമാകുന്നതുകൊണ്ടാണ്, രണ്ട് രാജ്യങ്ങളുടെ ജീൻ വ്യത്യസ്തമാകുന്നതുകൊണ്ടാണ്. ഏതായാലും അസീം മുനീർ മാത്രമല്ല, അത് അസീം മുനീറും പാകിസ്ഥാനും മാത്രമുള്ള പാഠമല്ല, ലോകത്തിന് കൂടിയുള്ള പാഠമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരേ ദിവസം പിറന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഒന്ന് ചാപിള്ളയായി പോകുന്നതും ഒന്ന് ആരോഗ്യമുള്ള ഒരു മനുഷ്യനായി വളരുന്നതും എന്നതിൻ്റെ സൂചനയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.